ഫ്രണ്ട്സ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ഫംഗ്ഷനിങ് ആയിട്ടുള്ള ആർമഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നമ്മുടെ ചെന്നൈയിലാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. മന്ത്ലി നമുക്ക് അറൗണ്ട് ഒരു 40 അല്ലെങ്കിൽ 40 എബോവ് വാങ്ങാവുന്ന പോസ്റ്റുകൾ ഇതിലുണ്ട്. അത് മാത്രമല്ല, ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓഫ്ലൈൻ വഴിയാണ്, ഓൺലൈൻ അല്ല. അപ്പോൾ അതിനൊക്കെ കുറിച്ച് വിശദമാക്കുന്നൊരു വീഡിയോ ആണ് ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ്. അതുമാത്രമല്ല, നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റിയും അക്കോമഡേഷനും ഒക്കെ ഫ്രീ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം സാലറിയും അത്യാവശ്യം മറ്റ് അലവൻസും ഒക്കെ ഉള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഞാൻ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്ന് പറയുന്നത്, നമ്മളൊരു അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ അത് റിജക്റ്റ് ആവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. A to Z കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ അപേക്ഷ കൊടുക്കുന്നതിലുപരി എങ്ങനെയാണ് അതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. എന്നാൽ അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവിധ ജോബുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. കൂടെ സ്ക്രീനിൽ കാണാം. ഇത് കാണാൻ നിങ്ങൾക്ക് ആർമഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ് മെഷീൻ ടൂൾ പ്രോട്ടോടൈപ്പ് ഫാക്ടറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂണിറ്റ് ആയുള്ള മെഷീൻ ടൂൾ പ്രോട്ടോടൈപ്പ് ഫാക്ടറിയിലാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസസ്, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഇത് പെർമനൻറ്റ് വേക്കൻസി അല്ല കേട്ടോ വിളിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫിക്സ്ഡ് ടേം ആയുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉള്ള പോസ്റ്റാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അത് നഷ്ടം ഉണ്ടാവില്ല. പിന്നെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത് ചെന്നൈ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഓഫ്ലൈൻ ആയിട്ടാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിലേക്ക് ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സാണ്. അപേക്ഷാ ഫോമൊക്കെ ഉണ്ട്. ആ ഫോമൊക്കെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നെല്ലാം വിശദമാക്കുന്നുണ്ട്. ഇതാണ് അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ്. ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം. AVNL മെഷീൻ ടൂൾ പ്രോട്ടോടൈപ്പ് ഫാക്ടറി എന്നിട്ട് ഓർഡൻസ് എസ്റ്റേറ്റ് നിങ്ങൾക്ക് കാണാം. അംബർനാഥ് താനെ ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത്. പിന്നെ മഹാരാഷ്ട്ര പിൻകോഡ് സൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 421502 കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനീഷ്യലി വിളിച്ചിരിക്കുന്നത് 1 വർഷത്തേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. 4 ഇയേഴ്സ് വരെ അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അധികവും ഇനീഷ്യലി 1 വർഷത്തേക്കാണ് വിളിക്കുന്നതെങ്കിലും അവർക്ക് നമ്മൾ ആവശ്യമുണ്ട് കമ്പനികൾക്ക്. കാരണം ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഇത്തരം വലിയ വലിയ സെക്ടറുകളിലൊക്കെ എന്താണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനമാണ്. അതങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകും. വീണ്ടും നിങ്ങൾക്ക് വിളിക്കുന്ന സമയത്ത് വീണ്ടും നിങ്ങളുടെ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അതിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഇതുപോലെ വരും. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. അത്യാവശ്യം കുഴപ്പമില്ല. സാലറി മറ്റ് കുറച്ച് അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ജൂനിയർ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതിലും കാണാം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, മാർക്കറ്റിംഗ് ആൻഡ് എക്സ്പോർട്ട്, ദെൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത്രയും പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. റിസർവ്ഡ് വേക്കൻസികൾ ഇവിടെ കാണാം. ഇതിലാണ് ജനറൽ വേക്കൻസി. എല്ലാ പോസ്റ്റിലേക്കും ജനറൽ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കാറ്റഗറി ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ റിസർവ്ഡ് വേക്കൻസി ഇല്ല വിചാരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മന്ത്ലി റെമ്യൂണറേഷൻ പറയുന്നത് 47,610 ഈ പറയുന്ന ജൂനിയർ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടാം. ഇനി ഡിപ്ലോമ ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, CNC ഓപ്പറേറ്റർ, ക്വാളിറ്റി ആൻഡ് ഇൻസ്പെക്ഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, ടൂൾ ആൻഡ് ഡിസൈൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് 37,201 മന്ത്ലി റെമ്യൂണറേഷനായിട്ട് കിട്ടുക. ഇതിൻ്റെ ടോട്ടൽ വേക്കൻസികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിസർവ്ഡ് വേക്കൻസിൻ്റെ അതുകൂടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ വേക്കൻസികൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കാം. ഇനി അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്റ്റോർ അല്ലെങ്കിൽ പ്രൊക്യൂർമെൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന, അതായത് നിങ്ങൾ പോസ്റ്റിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് 37,201 സാലറി ആയിട്ട് ലഭിക്കുന്നത്. 2 വേക്കൻസിയാണ്. ഈ 2 വേക്കൻസിയും ജനറലാണ്. ആർക്ക് വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് ജൂനിയർ ടെക്നീഷ്യനാണ്. ഇതും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇലക്ട്രീഷ്യൻ, ഗ്രൈൻഡർ, മിൽറൈറ്റ്. ഇതിലേക്ക് നിങ്ങൾക്ക് 34,227 ഇതിലേക്കുള്ള സാലറി ആയിട്ട് പറയുന്നത്. പിന്നെ അതിൻ്റെ പോസ്റ്റ് റിസർവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ടോട്ടൽ 81 വേക്കൻസി ഉണ്ട്. അതിൽ 58 വിളിച്ചിരിക്കുന്നത് ജനറലാണ്. ജനറൽ കാറ്റഗറിയിലാണ് കൂടുതൽ വേക്കൻസി. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ SC, ST, OBC ഒന്നും റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിലേക്കൊന്നും എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ജൂനിയർ മാനേജർ മെക്കാനിക്കലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലോ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലോ, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റിലോ, മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ്
ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബി ഓർ ബി ടെക് ഒക്കെ ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷൻ ഉണ്ട്. SC/ST ആണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഒരു 10% റിലാക്സേഷൻ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ക്ലാസ് ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാം. ജൂനിയർ മാനേജർ നിങ്ങൾക്കിവിടെ കാണാം. ഇലക്ട്രിക്കലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ബിരുദം ഉണ്ടായിരിക്കണം. അതായത് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പറയുന്ന ഫസ്റ്റ് ക്ലാസ് ബിരുദം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ജൂനിയർ മാനേജർ ഇലക്ട്രോണിക്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളിലോ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ മെക്കട്രോണിക്സിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്കൊന്നും എക്സ്പീരിയൻസ് വേണ്ട. പിന്നെ സിവിലാണ്. സിവിലിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ളവർക്ക് ഫസ്റ്റ് ക്ലാസ് വേണ്ടിട്ട് എല്ലാത്തിലും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് ജൂനിയർ മാനേജർ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലോ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഇനി അതല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജിയിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ക്ലാസ് ബിരുദം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് MCA ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. MCAയിലും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കഴിഞ്ഞവരാണെങ്കിലും ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ MCA മതി അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദമുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇത് നെക്സ്റ്റ് ആറാമത് നമുക്ക് നോക്കാം. ജൂനിയർ മാനേജർ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം. ഒന്നാമത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. ഗ്രാജുവേഷൻ ഏതിലാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കൊമേഴ്സിലോ അല്ലെങ്കിൽ ഇക്കണോമിക്സിലോ ജസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. BCom അല്ലെങ്കിൽ BA എക്കണോമിക്സ് ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന മെമ്പർഷിപ്പ് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കണം അതിൻ്റെ കൂടെ കേട്ടോ. ഓക്കെ, മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലോ അല്ലെങ്കിൽ എന്താണ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലോ ഉള്ളതായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി രണ്ടാമത്തെ രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക വെച്ചാൽ എനി ഗ്രാജുവേഷൻ. ഓക്കെ, എനി ഗ്രാജുവേഷൻ പ്ലസ് എന്തിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ പറയുന്ന ഫൈനാൻസിലോ അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സിലോ ഏതെങ്കിലും ഒന്ന് ഫൈനാൻസിലോ അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സിലോ നിങ്ങൾക്ക് MBA 2 വർഷം ഡ്യൂറേഷനുള്ള അതിൻ്റെ കൂടെയാണ് പറയുന്നത്, ഡിഗ്രിയുടെ കൂടെയാണ് പറയുന്നത് MBA അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് PG അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഈ പറഞ്ഞിരിക്കുന്ന ഫൈനാൻസിലോ അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സിലോ ഉള്ളവരാണെങ്കിൽ അങ്ങനെ വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ വേണമെങ്കിൽ രണ്ടാമത്തെ കാര്യം ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ രീതിയിൽ ആർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വെച്ചതെന്ന് വെച്ചാൽ എനി ഗ്രാജുവേഷനാണ്. എനി ഗ്രാജുവേഷൻ ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞാൽ ഇരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾ MBA ഈ പറയുന്ന ഫൈനാൻസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് എക്കണോമിക്സിലോ MBA കഴിഞ്ഞിരിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് PG കഴിഞ്ഞിരിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു PG ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക. ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഈ പറയുന്ന ഡിസിപ്ലിനിൽ കേട്ടോ ഫൈനാൻസിലോ ബിസിനസ് എക്കണോമിക്സിലോ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ ഏതെങ്കിലും ഗ്രാജുവേഷൻ പ്ലസ് ഈ പറയുന്ന MBA അല്ലെങ്കിൽ PG അല്ലെങ്കിൽ PG ഡിപ്ലോമ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഫൈനാൻസ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സിൽ കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വെറും ഗ്രാജുവേഷൻ വെച്ച് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് നമ്മുടെ ഏഴാമത്താണ് ജൂനിയർ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് എക്സ്പോർട്ടാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ എനി ഡിസിപ്ലിനാണ് BE or BTech എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഇവിടെ എഴുതാം. ഒന്നാമത്തെ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്ക് BE or BTech ആണ്. BE or അല്ലെങ്കിൽ BTech എനി ഡിസിപ്ലിനാണ് പറയുന്നത് കേട്ടോ. BE or BTech എനി ഡിസിപ്ലിനാണ് മൗസ് വെച്ചിട്ടുണ്ടായതുകൊണ്ടാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് പ്ലസ് നിങ്ങൾക്ക് എന്ത് വേണം, ഒന്നെങ്കിൽ MBA വേണം. ഓക്കെ, ഒന്നെങ്കിൽ MBA വേണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് PG വേണം, PG ഡിഗ്രി അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വേണം. ഓക്കെ, PG വേണം. ഇനി അതല്ലെങ്കിൽ PG ഡിപ്ലോമ വേണം. ഓക്കെ, PG ഡിപ്ലോമ വേണം. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ പ്ലസ് MBA അല്ലെങ്കിൽ PG അല്ലെങ്കിൽ PG ഡിപ്ലോമയാണ്. അത് സ്പെഷ്യലൈസേഷൻ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഏതൊക്കെ സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം എന്ന് വെച്ചാൽ പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് മേജർ, ഫോറിൻ ട്രേഡ് എക്സ്പോർട്ട്, ഇക്കണോമിക്സ് ഓർ നിങ്ങൾക്കിവിടെ കാണാം ഫോറിൻ ട്രേഡ് ഓർ കൊമേഴ്സ് ഓർ ബിസിനസ് എക്കണോമിക്സ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്കണോമിക്സിൻ്റെ തന്നെ വിവിധ ട്രേഡുകൾ വിവിധ ആ രീതിയിലുള്ളതായിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫോറിൻ ട്രേഡിലോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മേജറിലോ അല്ലെങ്കിൽ എക്കണോമിക്സിലോ ഉള്ള ആ ഒരു സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ടുള്ള MBA അല്ലെങ്കിൽ PG ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിഗ്രി ഇതുണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. പ്ലസ് BE or BTechൻ്റെ കൂടെ വേണം. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത നിങ്ങളുടെ ജൂനിയർ മാനേജർ എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇതിനടുത്ത ഡിപ്ലോമ ടെക്നീഷ്യൻ ഇലക്ട്രിക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ പ്ലാന്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് ഡിപ്ലോമ ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഡിപ്ലോമ ടെക്നീഷ്യനാണ്, CNC ഓപ്പറേറ്ററാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലോ ടൂൾ ആൻഡ് ഡൈ മേക്കിങ്ങിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിലെ ഡിപ്ലോമ പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം, ഒന്നെങ്കിൽ നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ മെഷീനിസ്റ്റ്. അതായത് മെഷീനിസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഒന്നെങ്കിൽ നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ ഇതിൻ്റെ കൂടെ വേണം, ഡിപ്ലോമയുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിപ്ലോമ ടെക്നീഷ്യനിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഡിസിപ്ലിനിൽ ഡിപ്ലോമ പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന മെഷീനിസ്റ്റിലുള്ള നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതിൻ്റെ കൂടെ കേട്ടോ. ഇനി അടുത്ത ഡിപ്ലോമ ടെക്നീഷ്യൻ ക്വാളിറ്റി ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കുക. ഒന്ന് ഡിപ്ലോമയാണ് പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ പോസ്റ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനാണ് വേണ്ടത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഡിപ്ലോമയോ നിങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാൻ ഞാൻ പറഞ്ഞുതരാം, ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. ക്വാളിഫിക്കേഷനിൽ ആദ്യം നിങ്ങൾക്ക് എന്തുണ്ടോയെന്ന് ഉറപ്പുവരുത്താം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമ ഉണ്ടോ എന്ന് നോക്കുക. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് വേണമെന്ന് വെച്ചാൽ ക്വാളിറ്റി അഷുറൻസിലോ അല്ലെങ്കിൽ ഇൻസ്പെക്ഷനിലോ അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോളോ ഉള്ള സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പോസ്റ്റ് ഡിപ്ലോമ, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഡിപ്ലോമ പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മെറ്റലർജി എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് എന്താണ് ഡിപ്ലോമ. ഓക്കെ, ഒന്ന് ഡിപ്ലോമ മെറ്റലർജി എഞ്ചിനീയറിംഗ് അത് മസ്റ്റാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം, ഈ പറയുന്ന നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രഫി ലെവൽ 1 ഉള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പ്ലസ് അതിൻ്റെ കൂടെ. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ BSc കെമിസ്ട്രി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്കും എന്ത് വേണം അതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ വേണം. അതായത് ലാബ് ടെസ്റ്റിംഗ് മെത്തേഡ്സിലുള്ള സർട്ടിഫിക്കേഷൻ വേണം. അതായത് ഈ പറയുന്ന സ്പെക്ട്രോ അനാലിസിസ് അതുപോലെ തന്നെ വെറ്റ് അനാലിസിസ് എന്ന് പറയുന്ന രീതിയിലുള്ള ലാബ് ടെസ്റ്റിംഗ് മെത്തേഡിലുള്ള ആ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഡിപ്ലോമ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണെങ്കിലും BSc കെമിസ്ട്രി കഴിഞ്ഞവരാണെങ്കിലും ഡയറക്റ്റ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലാബ് ടെസ്റ്റിംഗ് മെത്തേഡ്സിലുള്ള ഈ സ്പെക്ട്രോ അനാലിസിസ് അതുപോലെ വെറ്റ് അനാലിസിസിലുള്ള അതുപോലെയുള്ള എന്തുണ്ടായിരിക്കണം, നമുക്ക് ലാബ് ടെസ്റ്റിംഗ് മെത്തേഡിലുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത 13ാമത്തെ ഡിപ്ലോമ ടെക്നീഷ്യൻ IT ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഒന്ന് നിങ്ങൾക്ക് BCA വെച്ച് അപ്ലൈ ചെയ്യാം. അതായത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. അത് വെച്ച് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അത് മാത്രം പോരട്ടോ, അതിൻ്റെ കൂടെ കുറച്ച് കണ്ടീഷനും പാടെ ഞാൻ പറയാം. ഒന്ന് BCA ആണ്, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. 2 അതിൻ്റെ കൂടെ നമുക്ക് BSc കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇൻഫർമേഷൻ ടെക്നോളജി, BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഡിപ്ലോമ IT കഴിഞ്ഞവരാണെങ്കിലും ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് സർട്ടിഫിക്കേഷൻ പാടെ വേണം. അത് ഈ പറഞ്ഞിരിക്കുന്ന C++ അതുപോലെ തന്നെ ജാവയിലൊക്കെ ഉള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലുള്ള സർട്ടിഫിക്കേഷൻ പാടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത ഡിപ്ലോമ ടെക്നീഷ്യൻ ടൂൾ ഡിസൈൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടൂൾ ആൻഡ് ഡൈയിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് അസിസ്റ്റൻറ്റ് അടുത്ത് വരുന്നത് സ്റ്റോറി പ്രൊക്യൂർമെൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രിയാണ്. എനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അതിൻ്റെ കൂടെ അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡിപ്ലോമ ഈ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലോ ഉള്ള 1 ഇയർ ഡിപ്ലോമയുടെ നമ്മൾ അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയുടെ നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന അസിസ്റ്റൻറ്റ് 15 എന്ന് പറയുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ അവർക്ക് എന്തും കൂടെ വേണമെന്ന് വെച്ചാൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലുള്ള 1 വർഷത്തെ ഡിപ്ലോമയും കൂടെ അവർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യനാണ്. ഇതിലേക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇലക്ട്രീഷ്യനിലോ അല്ലെങ്കിൽ പവർ ഇലക്ട്രീഷ്യനിലോ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ITI ഇല്ല, നിങ്ങൾക്ക് എന്താണ് അപ്രൻറ്റീഷിപ്പ് ആണുള്ളതെങ്കിൽ NAC വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ITI ചെയ്യാതെ അപ്രൻറ്റീഷിപ്പ് ചെയ്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ITIയുടെ ആവശ്യമില്ല. ഇനി ITI ഉണ്ടെങ്കിൽ ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനടുത്തത് ജൂനിയർ ടെക്നീഷ്യൻ
ഗ്രൈൻഡറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മെഷീനിസ്റ്റ് ഗ്രൈൻഡറിൽ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല മെഷീനിസ്റ്റ് ഗ്രൈൻഡറിൽ NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ജൂനിയർ ടെക്നീഷ്യൻ മിൽറൈറ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മിൽറൈറ്റ് മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് അല്ലെങ്കിൽ മെക്കാനിക് അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് അല്ലെങ്കിൽ മെക്കാനിക് മെക്കട്രോണിക്സ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് IT കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് വെച്ചിട്ടും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി, അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ അതിന് അനുയോജ്യമായിട്ടാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യണം. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 18 ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 28 കേട്ടോ. സെപ്റ്റംബർ 28 സെപ്റ്റംബർ 28 എത്ര ഏജ് ആയി നോക്കുക നിങ്ങൾ. 28 കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 18, മാക്സിമം 28. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് OBC NC ആണെങ്കിൽ 31 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റെമ്യൂണറേഷൻ കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുന്നത്, അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ID ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടാതെ ഇൻഡസ്ട്രിയൽ ക്യാൻറ്റീൻ ഫെസിലിറ്റിയും അതുപോലെ തന്നെ അക്കോമഡേഷനൊക്കെ ഉള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. ഓരോന്നിനും ഓരോ രീതിയിലുള്ള സെലക്ഷനാണ്. അപ്പോൾ അതിലേക്ക് ഒരു സ്ക്രീനിങ് കമ്മിറ്റി അത് നിങ്ങളെ ആപ്ലിക്കേഷനൊക്കെ പക്ക കറക്റ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ പറയുന്ന സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാനുള്ളൊരു ഷോർട്ട് ലിസ്റ്റ് അവർ തയ്യാറാക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഇവർ തീരുമാനിക്കും കേട്ടോ. അങ്ങനെയാണ് ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ച് അവർ തീരുമാനിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അതിന് പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ കോൾ ലെറ്ററൊക്കെ വരുന്നത് ഒരിക്കലും നമുക്ക് പോസ്റ്റലായിട്ടൊന്നും വരില്ല. അതുകൊണ്ട് പോസ്റ്റലായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, ഞാൻ ഇപ്പം വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച സൈറ്റ്, ഈ സൈറ്റിലാണ് അതിൻ്റെ അപ്ഡേഷനൊക്കെ വരിക. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ നമ്മളതിൻ്റെ നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മുടെ കമൻറ്റിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ അതിനെക്കുറിച്ച് നോക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓഫ്ലൈനായിട്ടൊരു ഫോം ഉണ്ട്. ആ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ആ ഫോം ഞാൻ കാണിക്കട്ടോ. ഇതാണ് ജസ്റ്റ് ആ ഫോം ഇപ്പം തന്നെ കാണിക്കാം. ഇതാണ് ആ ഫോം. ഈ ഫോം ഫില്ല് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുൻപ് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ എല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ അയച്ചു കൊടുക്കണം കേട്ടോ, പോസ്റ്റലായിട്ട്. അപ്പോൾ നമുക്ക് സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുത്താൽ വേഗം അവിടെ എത്തുന്നതാണ്. അപ്പം അയച്ചു കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 28 കേട്ടോ. സെപ്റ്റംബർ 28 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അയച്ചു കൊടുക്കേണ്ട ലാസ്റ്റ് പറഞ്ഞാൽ അവിടെ എത്തേണ്ട ഈ പറയുന്ന നമ്മുടെ മഹാരാഷ്ട്ര എത്തേണ്ട ഡേറ്റാണ് പറയുന്നത്. സെപ്റ്റംബർ 28 കഴിഞ്ഞിട്ട് എത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ അയച്ചു കൊടുക്കണം. ഓക്കെ, അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് വീണ്ടും ഇവിടെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. AVNL, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ആർമേർഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ്, മെഷീൻ ടൂൾ പ്രോട്ടോടൈപ്പ് ഫാക്ടറി ഓർഡൻസ് എസ്റ്റേറ്റ് നിങ്ങൾക്ക് കാണാം. അംബർനാഥ് അതുപോലെ ഡിസ്ട്രിക്ട് താനെയാണ് വരുന്നത്, മഹാരാഷ്ട്ര. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് എഴുതി കൊടുക്കാം. പിൻകോഡ് സൈതോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എൻവലപ്പിൽ ഇട്ടിട്ടാണ് അയച്ചു കൊടുക്കുക അല്ലേ. എൻവലപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റൽ കവർ, അത് അത്യാവശ്യം വീതിയും നീളമുള്ള എൻവലപ്പാക്കി നിങ്ങൾ വാങ്ങുക. അതിൽ നമ്മൾ ഫ്രം അഡ്രസ്സ് നമ്മുടെ അഡ്രസ്സ് ചെയ്താൽ ടു അഡ്രസ്സാണ് ഈ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. കംപ്ലീറ്റ് അഡ്രസ്സ് നമ്മൾ അതേപോലെ കൊടുക്കണം, തെറ്റിക്കരുത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കാവുന്നതാണ്. നല്ലപോലെ വൃത്തിയിൽ എഴുതി കൊടുക്കാം. ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏത് പോസ്റ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ജൂനിയർ അസിസ്റ്റൻറ്റിന് ഈ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ നമ്മൾ എഴുതണം കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ അതിൽ എഴുതണം. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ആക്ച്വലി നമുക്കിവിടെ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ബ്ലാങ്ക് ആക്കി ഇട്ടാൽ മതി, നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ തന്നിട്ടില്ല. അതിൻ്റെ കാര്യം ഞാൻ ഒന്നുപാടെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് പ്രത്യേകം ശ്രദ്ധിക്കണം. 300 രൂപ അപേക്ഷാ ഫീസായിട്ട് വരുന്നുണ്ട്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല, PWD കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല, എക്സ് സർവീസ്മെനും ഫീ ഇല്ല. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് യാതൊരു ഫീയും ഇല്ല, ഫ്രീ ആയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അപേക്ഷ ഫീ ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഫീ അടച്ചിട്ട് SBI കളക്റ്റിലൂടെയാണ് അത് എങ്ങനെ അടയ്ക്കേണ്ടത് ഞാൻ കാണിക്കാം. SBI കളക്റ്റിലൂടെ ഫീ അടച്ചിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ റെസിപ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ അപേക്ഷാ ഫോമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോപ്പി നമ്മൾ റെസിപ്റ്റിൻ്റെ കോപ്പി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ അയച്ചു കൊടുക്കണം അപേക്ഷാ ഫോമിൻ്റെ. അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് ഇതിലേക്കുള്ള അപേക്ഷാ ഫോം നമ്മുടെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അപേക്ഷാ ഫോം. ആദ്യം ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ആൻഡ് ഡേറ്റ് ചെയ്താൽ, അപ്പോൾ നമുക്ക് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്ന ഡേറ്റ് നമുക്കറിയാം. ഡേറ്റ് ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡേറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. 6/9/2024 ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡേറ്റ് കൊടുത്താൽ മതി.
അപ്പോൾ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ഡേറ്റും കൂടെ കാണാം 6/9/2024 പിന്നെ 28/9/2024. അപ്പോൾ നിങ്ങൾക്ക് അത് ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് നമ്പറായിട്ട് നമുക്ക് അവർ തന്നിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡേറ്റ് അത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് 6/9 എന്നുള്ള അഡ്വർടൈസ്മെൻറ്റ് നമ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ഏതാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, ജൂനിയർ ടെക്നീഷ്യനോ ഡിപ്ലോമ ടെക്നീഷ്യൻ ഏതാച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഇവിടെ നമ്മൾ റീസെൻ്റ് ആയുള്ള പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നല്ലത് ക്യാപിറ്റൽ ലെറ്ററിനെ യൂസ് ചെയ്യും. നല്ല കൈയക്ഷരമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റു രീതിയിൽ എഴുതാം. നെയിം എന്തായാലും നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ നിർബന്ധമായിട്ട് എഴുതണം. നിങ്ങളുടെ പേര് SSLC ബുക്കിൽ എങ്ങനെയാണോ അതേപോലെ കൊടുക്കാം. മദറിൻ്റെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം. ഓക്കെ, പിന്നെ ഏജ് ഇൻ ഇയറിലും നമ്മൾ കൊടുക്കണം കേട്ടോ. നമ്മളെങ്ങനെയാണ് എത്ര വർഷമായി മന്ത് ഡേറ്റ് ഒക്കെ കാണിക്കുന്ന രീതിയിൽ കൊടുക്കണം കേട്ടോ. ഇതിന് അടുത്തത് നമ്മൾ SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ OBC ആണെങ്കിൽ അത് കൊടുക്കുക. ഇനി ജനറൽ ആണെങ്കിൽ നിങ്ങൾ UR എന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി SC/ST ആണെങ്കിൽ SC/ST എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ OBC എന്നുള്ള എഴുതി കൊടുക്കുക. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഡിഗ്രിയോ PG ഒക്കെ ഉണ്ട്, അതായത് അത് ഇവിടെ കൊടുക്കുക നിങ്ങൾ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ. നോട്ട് അപ്ലിക്കബിൾ എന്നിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്ത എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇതൊക്കെ ചോദിക്കുന്നത്. നമ്മൾ അവിടുന്ന് എപ്പോഴാണ് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പോന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതുപോലെ കമ്പനിയുടെ നെയിമാണ്. ഇതൊക്കെ നിങ്ങൾ എന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഇതൊന്ന് സ്റ്റേറ്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ളതാണ്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഭാഗങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 8ൻ്റെ താഴത്ത് വരുന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ്. 1, 2, 3 ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട, നോട്ട് അപ്ലിക്കബിൾ എന്നിട്ട് കൊടുത്താൽ മതി. ഇനി 9 നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് പെർമനൻറ്റ് അഡ്രസ്സ്, രണ്ടും സെയിം ആണെങ്കിൽ അതുപോലെ നിങ്ങളിവിടെ എഴുതി കൊടുക്കാം. ഇനി ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നിങ്ങളിവിടെ എഴുതി കൊടുക്കാം. ഇമെയിൽ ID കൊടുക്കാം. ദെൻ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ കൊടുക്കാം, പാൻ കാർഡ് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി, ആധാർ കാർഡ് നമ്പർ കൊടുത്തോളൂ. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ അപ്ലിക്കേഷൻ ഫീയിൽ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ നമ്പറൊക്കെ ഉണ്ടാവും. ആ റെസിപ്റ്റിൽ ആ നമ്പർ ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. ആ ഡേറ്റും ഒക്കെ അതിലുണ്ടാവും, ആ ഡേറ്റ് ഇവിടെ എഴുതി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ SSLC മുതൽ ഇവിടെ നിങ്ങോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്ത് വരിക. ആദ്യം നിങ്ങൾ 10th അല്ലെങ്കിൽ SSLC എന്നിട്ട് കൊടുക്കുക. എന്നിട്ട് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എത്ര കിട്ടിയത് അതൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ടെങ്കിൽ ഈസി ടൂൾസിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിൽ ഇതവിടെ ഈസി ടൂൾസിലുണ്ട്. ഇതിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങളും ചെയ്യാം. അതായത് ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്, പിന്നെ 10th പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 10th പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ എങ്ങനെയാണ് നമ്മൾ 10th പെർസെൻറ്റേജ് കാണുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ അത്ര അക്യുറേറ്റ് അല്ല, ഇവിടെ നമുക്ക് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് ഒരു ശരാശരി കാണാൻ പറ്റും. ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. JOCL എജുലാൻഡ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് കയറാവുന്നതാണ്. അങ്ങനെ നമ്മുടെ +2 കൊടുക്കുക, അടുത്ത് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് പോരും ഓർഡറിൽ. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ്, ഇത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഉള്ളവർ ഫില്ല് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിക്ലറേഷനാണത് വായിച്ചിട്ട് നമ്മളുടെ ഡേറ്റ് ചെയ്താൽ പ്ലേസ് ചെയ്താൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ കൊടുക്കുക. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇതിൻ്റെ കൂടെ വെക്കണം എന്ന് വെച്ചാൽ വാലിഡ് ആയിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് ബർത്ത് സർട്ടിഫിക്കറ്റിന് പകരം നമുക്ക് ഈ പറയുന്ന നമ്മുടെ സ്കൂൾ SSLC സർട്ടിഫിക്കറ്റ് മതി ഒന്നാമത്തെ. പിന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ് കാര്യങ്ങളൊക്കെ വെക്കണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വെക്കുക. ഓക്കെ, ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് SC/ST OBC ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി എല്ലാം ഫോട്ടോ കോപ്പി വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പേജും പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുക്കണം. അപ്പോൾ എത്ര പേജ് പ്രിൻ്റ് എടുക്കണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തെ പേജ് നമ്പർ 1 ഇത് പ്രിൻ്റ് എടുക്കണം. ഓക്കെ, രണ്ടാമത്തെ പേജ് നമ്പർ ഇത് പ്രിൻ്റ് എടുക്കണം. ഓക്കെ, മൂന്നാമത്തെ പേജ് ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുക്കണം. ഓക്കെ, ഇത് ചെക്ക് ലിസ്റ്റാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അതിൽ വെക്കുന്നത് വെച്ചാൽ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് എന്ന് വെക്കുക. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നിങ്ങൾ അതിൻ്റെ കൂടെ വെക്കുന്നത് വെച്ചാൽ അവിടെയൊക്കെ യെസ് കൊടുക്കണം. ഒരിക്കലും നിങ്ങൾ ഒറിജിനൽ വെക്കരുത് കേട്ടോ. എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഉള്ളത് വെച്ചാൽ യെസ് കൊടുക്കുക, ഇല്ലാത്ത നിങ്ങൾ എന്ത് ചെയ്യുക, നോ കൊടുക്കുക, ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയും ഡിക്ലറേഷൻ കൊടുക്കുക, നിങ്ങളുടെ പേര് എഴുതുക, എന്നിട്ട് ഡേറ്റ് ചെയ്താൽ പ്ലേസ് ചെയ്താൽ നിങ്ങളുടെ സിഗ്നേച്ചർ. ഓക്കെ, ഈ 3 പേജാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, പ്രിൻ്റ് എടുക്കേണ്ടത് കേട്ടോ. ടോട്ടൽ 3 പേജ് ഉണ്ടാവും. ഓക്കെ, 3 പേജാണ് ഉണ്ടാവുക ടോട്ടൽ. ഓക്കെ, 3 പേജ് നമ്മൾ പ്രിൻ്റ് എടുക്കാൻ നീറ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ പേജിലേക്കായിരിക്കും നിങ്ങൾ പേജിൽ ലോഡായി വരും. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതാ ഇവിടുന്ന് കിട്ടും. ആപ്ലിക്കേഷൻ ഫീ നിങ്ങൾക്ക് ഈ ലിങ്കിൽ കൂടെ ക്ലിക്ക് ചെയ്താൽ ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ആപ്ലിക്കേഷൻ ഫോം ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ ആപ്ലിക്കേഷൻ ഫീ എങ്ങനെ അടയ്ക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അതിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഫീൻ്റെ നേരെ ഉള്ള ബട്ടണിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഓപ്പൺ ആക്കി തരാം. ഇതിപ്പോൾ SBI കളക്റ്റിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ SBI കളക്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ ഏത് ബാങ്കിൻ്റെ ATM കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഫീ അടയ്ക്കാം. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അത് വെച്ച് ഫീ അടയ്ക്കാം.
ഇനി ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് ഫീ അടയ്ക്കാം. അതിനൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഈ ഒരു പേജിലേക്കാണ് വരെ സ്റ്റേറ്റ് ബാങ്ക് കളക്ട് എന്ന് പറഞ്ഞിവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ PSU ആണ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ കാണിക്കാം. PSU, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, നിങ്ങൾക്കിവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു AVNL എന്നുള്ളത് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. അതായത് ആമഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ് എന്നുള്ളത് നമ്മൾ അടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കാം. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഭാഗം. ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മളത് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന ARMOU എന്ന് അടിച്ചപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് 2 ഉണ്ട്. ഒന്ന് തെലുങ്കാന ഉണ്ട്. തെലുങ്കാന അല്ല നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, നമ്മൾ തമിഴ്നാടാണ് സെലക്ട് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അപേക്ഷാ ഫീ വെള്ളത്തിലാകുന്ന അവസ്ഥ ആകരുത്. നിങ്ങൾക്കിവിടെ കാണാൻ തമിഴ്നാടുണ്ട്. രണ്ടാമത്തെ നോക്കാം. ഓക്കെ, അതിൻ്റെ നേരെ നോക്കണം കേട്ടോ. നിങ്ങളിവിടെ തമിഴ്നാടുണ്ട്, തെലുങ്കാന അല്ല നമ്മൾ എടുക്കേണ്ടത്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ തമിഴ്നാടുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാണാം പേയ്മെൻറ്റ് കാറ്റഗറി സെലക്ട് ചെയ്യണം. ഈ പേയ്മെൻറ്റ് കാറ്റഗറിയിൽ നമ്മൾ കൊടുക്കേണ്ടത് MPF ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, AVNLൻ്റെ തന്നെ വിവിധ യൂണിറ്റുകൾ ഉണ്ട് ഞാൻ പറഞ്ഞു. അതിൽ MPF എന്ന് നോക്കുക നിങ്ങൾ. ഇവിടെ താഴോട്ട് ഇങ്ങനെ ഇത് ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. മീൻസ് നമുക്കിങ്ങനെ താഴോട്ട് ഇങ്ങനെ എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇതിൽ നമുക്കൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രകാരം അവർ പറഞ്ഞത് നമ്മൾ ഈ പറയുന്ന PSU എടുത്തു, നമ്മൾ ഈ പറയുന്ന AVNL സെർച്ച് ചെയ്തു, പേയ്മെൻറ്റ് കാറ്റഗറിയിലെത്തി. ഇപ്പം നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് പേയ്മെൻറ്റ് കാറ്റഗറിയാണ് ഞാനിവിടെ കാണിക്കുന്നതാണ് പേയ്മെൻറ്റ് കാറ്റഗറി. ഓക്കെ, പേയ്മെൻറ്റ് കാറ്റഗറി വന്നതിന് ശേഷം അവർ നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. MPF ആണ്. MPF ഫിക്സഡ് ടെറർ കോൺട്രാക്റ്റ് എന്നുള്ളതാണ് അതിൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ ഇപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. നിങ്ങളൊന്ന് നോക്കട്ടോ അപ്ലൈ ചെയ്യുമ്പം. എന്നിട്ട് അത് കണ്ടില്ല, ഒരു 2-3 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. ഇനി അത് അവർ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ നമുക്കിതിലൊരു ഓപ്ഷൻ ഉണ്ട്, റിക്രൂട്ട്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അത് വന്നിട്ടില്ലെങ്കിൽ തൽക്കാലം നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ഫീ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ റെസിപ്റ്റ് എടുത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, 2-3 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുക അവരത് അപ്ഡേറ്റ് ചെയ്യുമോ എന്നുള്ളത്. കാരണം ഫിക്സ്ഡ് ടേം ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പം കളക്ഷൻ ഉണ്ടായിരിക്കുക. ഇനി അവരത് അപ്ഡേറ്റ് ചെയ്യായിട്ടാണോ എന്നറിയില്ല. അതിപ്പോൾ ഞാനിതിൽ നോക്കിയിട്ട് കാണുന്നില്ല. ഓക്കെ, MPF എന്നാണ് ഉണ്ടാകുക. MPF FT ഫിക്സ്ഡ് ടേണർ എന്നുള്ള ആ രീതിയിലാണ് ഉണ്ടായിരിക്കുക കേട്ടോ. കോൺട്രാക്റ്റ് എന്നുള്ള ഈ ഒരു വാചകമാണ് ഉണ്ടാകുക. അവിടെ കാറ്റഗറിയിൽ നമ്മൾ ഇങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത് അവിടെ കാണുന്നില്ല. തൽക്കാലം നമുക്ക് ഇവിടെ ഇപ്പം കൊടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ അത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമ്മുടെ അപേക്ഷ ഫീ എത്രയാണ്, എമൗണ്ട് വെച്ചാൽ 300 അല്ലേ. ഓക്കെ, 300 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ജസ്റ്റ് നോക്കട്ടെ. യെസ്, 300. അപ്പോൾ ആ 300 നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എമൗണ്ടിൽ ടൈപ്പ് ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, അതൊക്കെ നിങ്ങളായിട്ട് ഫില്ല് ചെയ്ത് അങ്ങനെ പോയാൽ മതി. ഓക്കെ, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പിന്നെ വെരിഫൈ ചെയ്യുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, അത് പ്രിൻ്റ് എടുക്കുക ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ട്രാൻസാക്ഷൻ നമ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.